الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم وأتموا الحج والعمرة لله من സഹോദരന്മാരെ സഹോദരികളെ ശ്രോതാക്കളെ ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അൽ ജുഹനിയാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ മദീനയിൽ ഡോക്ടർ സലാഹ് അൽ ബുദൈറാണ് സംസാരിച്ചത്. രണ്ടുപേരും ഹാജിമാരെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അവരെ ബാധിക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്തുവെങ്കിലും എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ല് കൊണ്ട് ഈ മാസങ്ങളിൽ ഹജ്ജ് മാസമാകുമ്പോൾ പ്രത്യേകിച്ച് ലോകത്തിന് നാനാതുറകളിലുമുള്ളതായ ജനങ്ങൾ ഈ ഭൂമിയിലേക്ക് അവരുടെ ഹൃദയം ആകർഷിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന പരമാർത്ഥമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ഫലമായിട്ടാണത്. വജഅൽ അഫിദത മിനന്നാസി തഹ്വി ഇലൈഹിം, ജനങ്ങളുടെ ഹൃദയത്തെ ഈ നാട്ടിലേക്ക്, ഈ വിശുദ്ധ ഭൂമിയിലേക്ക് നീ ആകർഷിപ്പിക്കണേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ഫലമായിട്ട് ലോകമാസകലം ഈ ദിവസങ്ങളിൽ ഹാജിമാരാണെങ്കിൽ ഹജ്ജിന് വേണ്ടി വരുന്നു, ഉംറക്കാരാണെങ്കിലും ഹാജിമാരാണെങ്കിലും വിശുദ്ധ ഭൂമിയിലേക്ക് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നു. മറ്റുള്ളവരാണെങ്കിൽ ഈ നാട്ടിലേക്ക് അവരുടെ ഹൃദയം ആകർഷിക്കുന്നു. ഹാജിമാരുടെ ആ വരവേൽപ്പ് ശ്രദ്ധിക്കുവാനും അവകളെക്കുറിച്ച് പഠിക്കുവാനും അതിൽ നിന്നിട്ട് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതോടൊപ്പം അവർ ആ ദിവസങ്ങളിൽ അവർ വരുന്നതായ ദിവസങ്ങളിൽ അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഇബാദത്തുകളും ശറഅാക്കിയിട്ടുണ്ട്. ആ ഇബാദത്തുകളിലൂടെ ആ ദിവസങ്ങൾ അവർ ചെയ്യുന്നതായ മഹാ അമലിനോട് കൂറും പങ്കും ചേരുന്നവരായിട്ട് നമുക്ക് കാണുന്നതാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഷായിറിനെ പൊക്കുവാനും വാഴ്ത്തുവാനും കൽപ്പിച്ച കൽപ്പനകളുടെ ഒരു ഭാഗമാണ്. വമൻ യുഅദ്ദിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഷായിറിനെ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിച്ചാൽ, അതിനെ ബഹുമാനിച്ചാൽ, അതിനെ ആദരിച്ചാൽ, നാം ഇതിനു മുമ്പ് കേൾക്കാറുള്ളത് പോലെ ഹൃദയത്തിൻ്റെ അകത്ത് തഖ്വ വേറൂന്നിപ്പിടിച്ചവരിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അവഗണിക്കുക എന്നത് തഖ്വ ഹൃദയത്തിൽ ഇല്ല എന്നതിലേക്കും തെളിവാണ്. അതും മനസ്സിലാക്കേണ്ടതാണ്. ഹജ്ജ് എന്ന ഈ സൽക്കർമ്മം എല്ലാ മുസ്ലിമിനും മുസ്ലിമത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നിട്ട് സാമ്പത്തിക ശേഷിയുള്ള ഇസ്തിതാഅ എന്ന അള്ളാഹു നിബന്ധന പറഞ്ഞിരുന്നു. ആ സാമ്പത്തിക ശേഷി, അതുപോലെ തന്നെ ശാരീരിക ശേഷി, വഴിയിലുള്ളതായ പ്രയാസമില്ലാതെ എല്ലാ നിലക്കും അവർക്ക് വരാനുള്ളതായ കഴിവ് കൽപ്പുണ്ടെങ്കിൽ അവരുടെ മേലിൽ നിർബന്ധമാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ. എന്ന് മാത്രമല്ല, ഇവിടെ മക്ക ഇമാമ തുടക്കത്തിൽ തന്നെ ഉണർത്തുകയുണ്ടായി, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട ഹാജിമാര് ഹജ്ജിന് വേണ്ടി വരുന്നതായ വേളയിൽ അവർ ചെയ്യുന്നതായ ഹജ്ജിന് തടസ്സമായി വരുന്നതായ ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നിട്ടുണ്ടാവാൻ പാടുള്ളതല്ല. അതിൽപ്പെട്ടത് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നതായ വിഭാഗം, മക്കയിലും മദീനയിലും അതിന്റെ പരിസരത്തിലും സൗദി അറേബ്യയിലും ജീവിക്കുന്ന വിഭാഗം, അത് സ്വദേശികളാവട്ടെ വിദേശികളാവട്ടെ, അനുവാദമില്ലാതെ തസ്രീഹില്ലാതെ ഹജ്ജ് ചെയ്യുക എന്നത്. അതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? അതിലൂടെ ജനങ്ങളെ നിർബന്ധമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അനുവാദം വാങ്ങിയും കൊണ്ടും അതേസമയത്ത് ധാരാളം കാശ് ചെലവഴിച്ചും ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നവരെ അവരുടെ ഇടയിൽ തിക്കും തിരക്കും ഉണ്ടാക്കി അവർക്ക് പ്രയാസമുണ്ടാക്കുക എന്നതായ തെറ്റാണ് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിലൂടെ. അതേസമയത്ത് അവർ അനുവാദത്തോടു കൂടിയാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായ അപകടത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. അഥവാ ഹാജിമാര് പ്രയാസമില്ലാതെ ഹജ്ജ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഈ ചെയ്തവരുടെ തെറ്റിൽ നിന്നിട്ട് മോചിക്കാൻ ചെയ്യുന്നവർക്കും സാധിക്കും, അവർ അനുവാദത്തോടു കൂടിയാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നവരെ പ്രത്യേകിച്ച് അനുവാദത്തോടുകൂടി ഹജ്ജ് ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത് എന്നും അതിന്റെ വിപരീതം തെറ്റ് ചെയ്യുന്നവർക്ക് മഹാശിക്ഷയും ഹറാമയും എല്ലാം ഉണ്ട് എന്നത് വേറെ കാര്യം. അതോടൊപ്പം അള്ളാഹുമായുള്ളതായ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്നതായ മഹാപാപമാണ് അത് എന്ന് അവർ മനസ്സിലാക്കണം. അത് ഹയ്യത്ത് കിബാറുൽ ഉലമാ എന്ന ഇവിടുത്തെ പണ്ഡിത സഭ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ മക്ക ഇമാമ് തുടക്കത്തിൽ തന്നെ വിശദീകരിക്കുകയും ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു. അതെ, യഥാർത്ഥത്തിൽ ഉമ്മത്തുൽ ഇസ്ലാമിയുടെ ഹളാറ, അവരുടെ സംസ്കാരത്തെ ഊന്നിപ്പറയുന്ന, അതിനെ സ്ഥാപിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അത് തുറിച്ച് കാണുന്നതായ ഒരു രംഗമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ.
ഹജ്ജിലൂടെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ലോകത്തിന്റെ നാനാമുക്കിലും മൂലയിലുമുള്ളതായ 30ഓളം ലക്ഷം, അതിൽ കൂടുതൽ ലക്ഷങ്ങൾ ജനങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മക്കയിലേക്ക്, വിശുദ്ധ ഭൂമിയിലേക്ക് തടിച്ചുകൂടുന്നു. അവരിൽ നിന്നിട്ട് കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ശാരീരിക ശേഷി ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പല ദേശക്കാരുണ്ട്, പല ഭാഷക്കാരുണ്ട്. എല്ലാവരും ഒരേ തൗഹീദിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. എന്തൊരു നല്ല ഹളാറയാണ്, എന്തൊരു നല്ല കാഴ്ചയാണ്, എന്തൊരു നല്ല പ്രവർത്തനമാണ് അതിലൂടെ നാം കാണുന്നത്. അള്ളാഹുവിന്റെ ചിഹ്നത്തെ എല്ലാവരും പൊക്കിപ്പിടിച്ചുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിനക്കിതാ ഞങ്ങൾ മറുപടി നൽകിയെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട്, സ്ത്രീകൾ പതുക്കെയും പുരുഷന്മാരും ഒച്ചത്തിലും ശബ്ദം പൊക്കിയും കൊണ്ട് ഈ വചനം ഹജ്ജിൽ പ്രവേശിച്ച ഉടനെ, ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെ ഹാജിമാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതുപോലെ മശായിറുകളിൽ ആ സകലം മക്കയിലാവട്ടെ, അറഫയിലാവട്ടെ, മിനയിലാവട്ടെ, മുസ്ദലിഫയിലാവട്ടെ, എല്ലായിടങ്ങളിലും അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊക്കുന്നതും വാഴ്ത്തുന്നതും അവർ തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും എല്ലാം മുഴക്കുന്നതും എല്ലാം അതിലൂടെ നാം കാണുന്നതായ മഹാകാഴ്ചയാണ്. അതിലൂടെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ ഈമാൻ വളരുന്നതും രോമാഞ്ചമുണ്ടാകുന്നതും കേൾക്കുന്നവർക്കും കാണുന്നവർക്കുമെല്ലാം അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കുന്നതുമാണ്. അങ്ങനെയുള്ളതായ ആ ശായിറിനെ പൊക്കിപ്പിടിക്കുക, അതിനെ വാഴ്ത്തുക എന്നത് ഒരു മഹാ ഇബാദത്താണ്, മഹാ താഅത്താണ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതായ മാധ്യമവും കൂടിയാണ് എന്നത് മക്ക ഇമാം തുടക്കത്തിൽ തന്നെ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് ഈ ഹജ്ജിന് വേണ്ടി വരുന്ന വിഭാഗം ഹാജിമാര് പ്രത്യേകിച്ച് ഹജ്ജ് ചെയ്യുന്നതായ വേളയിൽ അവർ ഇസ്തിഹ്ദാർ ചെയ്യുന്നത്, അതിലൂടെ അവർ സ്മരിക്കുന്നത്, ഓർക്കുന്നത് എന്തൊക്കെയാണ്? മഹാസംഭവ വികാസങ്ങളെ ഓർക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടി നാം കേട്ടതുപോലെ യഥാർത്ഥത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഹാജറ അലൈഹിസ്സലാമിനെ കഅബയുടെ പരിസരത്തിൽ ഒഴിവാക്കുകയും എന്നിട്ട് അവർ ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവര് തിരിഞ്ഞു നോക്കിയതായ സന്ദർഭത്തിൽ ചോദിക്കും പോലെ വല്ലതും വേണമോ, ഞാൻ പോവുകയാണ്, അനുവാദം തരുമോ എന്നത്. അപ്പോൾ മഹദിയായ ഹാജർ അലൈഹിസ്സലാം പറഞ്ഞത് അമ്മ ഇലൈക ഫല, നിങ്ങളിലേക്ക് ഒരാവശ്യവുമില്ല. അമ്മ ഇലല്ലാ, അള്ളാഹുലേക്കാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനയിൽ കൂടിയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളീൻ. അള്ളാഹുവിന്റെ വിധിയോട് കൂടി കൽപ്പനയോട് കൂടിയാണ് പോകുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പാഴാക്കി കളയുന്നതേ അല്ല. എന്തൊരു ഈമാനിന്റെ, എന്തൊരു മഹാവിശ്വാസത്തിന്റെ, അഖീദയുടെ അടിച്ചുറപ്പുള്ള വിശ്വാസത്തിന്റെ ഒരു സ്വരമാണ് നാം അവിടെ മഹദിയായ ഹാജർ അലൈഹിസ്സലാമിന്റെ ശബ്ദത്തിൽ കേട്ടത്. അത് ആദ്യം തുടക്കത്തിൽ തന്നെ ഈമാനു റാസിഖായ ശക്തിയായ വേറൂന്നി പിടിച്ചതായ ഈമാൻ അവരിൽ നിന്നിട്ട് ഉടലെടുത്തു എന്നത് കേൾക്കുമ്പോൾ നാമും ആ ഈമാൻ ഉൾക്കൊള്ളാൻ വേണ്ടി പാടുപെടണം. നമുക്കും എന്ത് പ്രയാസം വന്നാലും എന്ത് കഷ്ടം വന്നാലും നമ്മുടെ ഈമാനിനോട് വിടവാങ്ങലില്ല. അതിനു വേണ്ടി നാം മരണം വരെ പടവരുതണം, അതിനുവേണ്ടി ഒരുങ്ങണം, തയ്യാറെടുക്കണം, അതിനെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന മഹാപാഠമാണ് ഇതിലൂടെ നാം നേടുന്നത്, സമ്പാദിക്കുന്നത് എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ നാം മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഹാജർ അലൈഹിസ്സലാമിന്റെ പരിസരത്തുണ്ടായ കുട്ടി കാലടിച്ച് കരയുന്നതായ സന്ദർഭത്തിൽ മഹാനായ നമ്മുടെ അനുശേദ്യ നേതാവായ ഇസ്മായിൽ അലൈഹിസ്സലാം കാലടിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പൊട്ടിയൊലിപ്പിച്ച ആ വെള്ളം അവരുടെ കാലിന്റെ അടിയിൽ കൂടി ഒഴുകിയതായ സംഭവം, ആ വെള്ളം പിന്നെ മുസ്ലിം ലോക ഹാജിമാർക്കും അതുപോലെ മുസ്ലിം ലോകത്തിന് ആ സകലവും, പ്രത്യേകിച്ച് മുസ്ലിം ലോക ഹാജിമാർക്ക് അവർക്ക് വിരുന്നൂട്ടാൻ വേണ്ടി എന്നതുപോലെ മക്കയിൽ അവിടെ അന്ന് മുതൽ ഇന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ തയ്യാറായി നിൽക്കുന്നതായ ഒരു മഹാ അത്ഭുത വെള്ളം. ലോകത്തിൽ പല അത്ഭുതങ്ങൾ പറയാറുണ്ട്. ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ പറയാറുള്ളത് പോലെ അത്ഭുതം യഥാർത്ഥത്തിൽ താജ്മഹലല്ല, അല്ലെങ്കിൽ മറ്റു പിരിമിടങ്ങളൊന്നുമല്ല അത്ഭുതം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം ഇങ്ങനെയുള്ളതായ ഈ വെള്ളം പോലത്തതായ അത്ഭുതമാണ്, സംസം വെള്ളം പോലത്തതായ അത്ഭുതമാണ്. അതൊരു അത്ഭുതം തന്നെയാണ് യഥാർത്ഥത്തിൽ. അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഉടലെടുത്തതായതുകൊണ്ട് അത് പറ്റിയിട്ടില്ല, അത് കുറഞ്ഞിട്ടില്ല, അത് കുറയാറുമില്ല. അത് ലോകം മുഴുവനും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരേ കിണർ എന്നിട്ട് ലോകത്തിൽ നിന്നിട്ട് വരുന്ന ഹാജിമാരും അമ്രക്കാരും 360 ദിവസം ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതിനും പുറമെ മക്കയിലും മദീനയിലും അത് വിതരണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സൗദി അറേബ്യയിൽ ആ സകലം വിതരണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അത്രയും വലിയ ഒരു മഹാബർക്കത്തുള്ളതായ പവിത്രതയുള്ളതായ വെള്ളമാണ്. അതും ഹാജിമാര് മക്കയിലേക്ക് വരുമ്പോൾ അവരുടെ സ്മരണയിൽ കറങ്ങുന്നു. അപ്പോൾ അതിലൂടെ അവർക്ക് ഈമാൻ പുതുക്കാനും ഈമാൻ വളർത്താനും അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ സംഭവിച്ച, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൽ സംഭവിച്ച, ഹാജർ അലൈഹി ഇസ്ലാമിൽ സംഭവിച്ച സംഭവ വികാസങ്ങളൊക്കെ ഹാജിമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതോടൊപ്പം കറങ്ങുന്നതോടൊപ്പം അവിടെ നമ്മുടെ അനിശ്ചിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മവും അവരുടെ ജന്മത്തിന് മുമ്പുണ്ടായിരുന്നതായ റഹാസാത്തുകളായ അത്ഭുതങ്ങളും അവരുടെ ജന്മത്തിന് ശേഷമുണ്ടായതായ അത്ഭുതങ്ങളും എല്ലാം ഹാജിമാരുടെ മുമ്പിൽ കടന്നു വരുന്നു, കറങ്ങി വരുന്നു. അപ്പോഴെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ പുതുക്കാനും ഈമാൻ വളരാനും ഈമാനിന് ശക്തി ഉണ്ടാക്കിയെടുക്കുവാനും അവർക്ക് അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഅബത്തെ സ്ഥാപിക്കുക എന്നത് തന്നെ അവരാ കറുത്ത പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് തലപൊക്കി നിൽക്കുന്നതായ ആ വീടിനെ കാണുന്ന വേളയിൽ, ഈ വീട് പണ്ടൊരു കാലഘട്ടത്തിൽ എന്റെ അനിശ്ചിത നേതാക്കളായ ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിം അസ്സലാം കെട്ടിപ്പടുത്തിയതല്ലേ എന്നത് ഓർക്കുന്ന വേളയിൽ എത്ര കഷ്ടപ്പെട്ട് കുന്നുകളിൽ നിന്നിട്ടും പർവ്വതങ്ങളിൽ നിന്നിട്ടും ചെത്തിക്കൊണ്ടുവന്ന് അവർ ആ കല്ലിനെ ഏറ്റിക്കൊണ്ടുവന്ന് ആ കാബയെ കെട്ടിയതായ സംഭവത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ, പ്രത്യേകിച്ച് ഹാജിമാരുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിലൂടെ ആ ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്തതായ പ്രയാസങ്ങളും ആ തരണങ്ങളും എല്ലാം മനസ്സിലാക്കുവാനും അഖീദ സ്ഥാപിക്കാൻ വേണ്ടി ഇത് ബവ്വഅ്നാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത് എന്ന ആയത്ത് അവരുടെ മുമ്പിൽ തുറിച്ചു വരുന്നതും കാണുന്നതും അവരതിനെ സ്മരിക്കുന്നതും ഹാജിമാര് പഠിക്കുന്നതും ആണ് എന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. ഇബ്രാഹിം മക്കാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ശൈഅ, ഇബ്രാഹിം നബി ഇസ്ലാമിനോട് ഇവിടെയാണ് നിങ്ങൾ കാബം പുനരുദ്ധാരണം നടത്തേണ്ടത് അല്ലെങ്കിൽ കെട്ടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും അവിടെ മുതൽ ഇബ്രാഹിം നബി ഇസ്ലാം കെട്ടാൻ ആരംഭിക്കുകയും അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കെട്ടേണ്ടത്? അത് ശിർക്ക് നിർമ്മാർജ്ജന കേന്ദ്രമാണ്. അല്ലാഹുവിന് മാത്രമായിരിക്കണം ആരാധനകൾ, അല്ലാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥനകൾ, അല്ലാഹുവിനോട് മാത്രമായിരിക്കണം കേണപേക്ഷകൾ, അള്ളാഹുവിന് മാത്രമായിരിക്കണം നേർച്ചയാക്കലും അറവുകളും, അള്ളാഹുവിന് മാത്രമായിരിക്കണം ജീവിതവും മരണവും എന്ന ആ വജ്ഹത്തുവിന്റെ തത്വം, ആ ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈന്റെ തത്വം, അതാണ് യഥാർത്ഥത്തിൽ ഹാജിമാര് കഅബ തവാഫ് ചെയ്യുന്ന വേളയിലും കഅബ കാണുന്ന വേളയിലും കഅബയിൽ നിന്നിട്ട് പഠിക്കേണ്ടതായ പാഠങ്ങൾ. അതുപോലെ ലോക മുസ്ലിങ്ങൾ ആ സകലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നല്ല നല്ല കിനാവുകൾ അവർക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടേ ഉണ്ടായിരുന്നു. കാണുന്ന കിനാവുകളൊക്കെ സൂര്യപ്രകാശം പോലെ തെളിഞ്ഞ് അത് പ്രകടമായി ഇവിടെ പ്രാവർത്തികമായി കാണാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം. അതൊക്കെ ഇർഹാസാത്തുകളുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലഘട്ടത്തിൽ 4 വയസ്സുണ്ടായിരുന്ന സന്ദർഭത്തിൽ അവരുടെ നെഞ്ചു കീറപ്പെടുകയും മലക്കുകൾ വന്നിട്ട് അവരുടെ നെഞ്ചി കീറി അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്ത സംഭവവും ഇർഹാസാത്തിൽ പെട്ടതാണ്, അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ അവർ റസൂലുള്ളാഹി നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം പറയുകയുണ്ടായി, എനിക്ക് മക്കയിൽ പല കല്ലുകളെ പരിചയമുണ്ട്, ആ കല്ലുകൾ എന്നോട് സലാം പറയാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കുകളും ഇർഹാസാത്തുകളിൽ പെട്ടതാണ്. ഇതൊക്കെ ഹാജിമാരുടെ ശ്രദ്ധയിൽ വരുന്നു. അവർ ചെറുപ്പത്തിലേ കേൾക്കാറുള്ളതായ അത്ഭുതങ്ങൾ, ചെറുപ്പത്തിലെ കേൾക്കാറുള്ളതായ മുഅ്ജിസാത്തുകളും ചെറുപ്പത്തിലെ കേൾക്കാറുള്ളതായ കഥനക്കഥകളും അതെല്ലാം അവർ മക്കയിലേക്ക് വരുമ്പോൾ ആ നാട്ടിലൂടെ ലിയശ്ഹദൂ മനാഫിഅ ലഹും അവരുടെ ഇഹപരലോക സമ്പാദ്യങ്ങളെ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ് പഠിച്ച് നേടിയെടുത്ത് സമ്പാദിച്ചു പോകാനുള്ളതായ സുവർണ അവസരമാണ് അവർക്ക് അതിലൂടെ ലഭിക്കുന്നത് എന്നതാണ് മക്ക ഇമാം എന്നുണർത്തിയതായ ഭാഗം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ ഹാജിമാര് ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്നും അവർ പഠിക്കണമെന്നും മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അത് പഠിക്കുന്ന സന്ദർഭത്തിലാണ് അവർക്ക് യഥാർത്ഥ തൗഹീദിന് വേണ്ടി പടപൊരുതിയതും യഥാർത്ഥ തൗഹീദിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഭാഷയിൽ 70ഓളം പോരാട്ടങ്ങൾ ഏകദേശം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുകയുണ്ടായി. അതിൽ 28ഓളം പോരാട്ടങ്ങൾ റസൂലുള്ളാഹി സ്വന്തം പങ്കെടുക്കുകയുണ്ടായി. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ആ ഏകദൈവ വിശ്വാസമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥനയില്ല, അവനല്ലാതെ നേർച്ചയില്ല, അറിവില്ല, അവനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കലില്ല, അവനല്ലാതെ ഇബാദത്തുകളുടെ ഒരു ഇനങ്ങളുമില്ല എന്നതായ ആ തൗഹീദിന്റെ മജ്ജ അത് യഥാർത്ഥത്തിൽ അവൻ പറയുന്നതായ തൽബിയത്തിലുണ്ട്, അവൻ ചെയ്യുന്നതായ എല്ലാ തവാഫിലുമുണ്ട്, അവൻ കറങ്ങുന്നതായ കറക്കത്തിലുണ്ട്, അവൻ ചെല്ലുന്നതായ നാട്ടിലുണ്ട്, അവൻ താമസിക്കുന്നതായ മിനയിലുണ്ട്, അവൻ വിട്ടുകിടക്കുന്നതായ മുസ്ദലിഫയിലുണ്ട്, അവൻ
അവന് വിട്ടുകിടക്കുന്നതായ അറഫയിലുണ്ട്. അതെല്ലാം അവൻ തൗഹീദ് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ അറഫയിൽ സമ്മേളിക്കുന്ന സന്ദർഭത്തിൽ അവിടെ സമ്മേളിക്കുന്ന 30 ലക്ഷത്തിൽ പരം ജനങ്ങൾ, 3 മില്യണിൽ പരം ജനങ്ങൾ അവിടെ ഹജ്ജിന് വേണ്ടി വന്നുകൊണ്ട് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ഒരു ഷെയ്ഖിനെയോ ഒരു വലിയിനെയോ ഒരു മലക്കിനെയോ ഒരു റസൂലിനെയോ ഒരു വലിയിനെയോ ആരെയുമല്ല അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത്. അറഫയിൽ 6 മണിക്കൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച കാലയളവിൽ കൈപ്പൊക്കിയും കൊണ്ട് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിട്ട് പാഠം പഠിപ്പിച്ചത്. ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനെ പുകഴ്ത്തുവാനും അവനെ വാഴ്ത്തുവാനും അവനെ പ്രശംസിക്കുവാനും അവന്റെ പേര് പറയുവാനും അവന്റെ തക്ബീറുകളും തഹലീലുകളും തസ്ബീഹുകളും തൽബിയത്തുകളും മുഴക്കുവാനുമാണ് അവിടെ കൽപ്പിക്കപ്പെട്ടത്. അതിലൂടെയെല്ലാം തൗഹീദ് സ്ഥാപിക്കാനും അഖീദ പിഴച്ച അഖീദയുടെ ഉടമയാണെങ്കിൽ ആ അഖീദ അവന് പുതുതായിട്ട് പുതുക്കുവാനും എന്നിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ ജീവിക്കാനുള്ളതായ സ്വർണ്ണ അവസരം ലഭിക്കുവാനും അതിലൂടെ ഹാജിമാർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞതായ ആ ആയത്ത് ഇത് ബവ്വഅനാലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅ വതഹിർ ബൈതി ലിത്വാഇഫീന വൽഖായിമീന വറുക്അഇ സുജൂദ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്നതായ ആ ആയത്ത് മുഴുവനും അവന്റെ ഹൃദയത്തിൽ കറങ്ങേണ്ടതുണ്ട്. ഹാജിമാര് യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ഹജ്ജിന്റെ യഥാർത്ഥ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹജ്ജ് ചെയ്യുന്നത് എങ്കിൽ കാട്ടേണ്ടത്, ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് മക്ക ഇമാമ് ഊന്നി പറയുകയുണ്ടായി. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ മദീന ഇമാമിനെ പോലെ തന്നെ മക്ക ഇമാമ് ഊന്നി പറഞ്ഞ ഭാഗമാണ് പ്രത്യേകിച്ച് ഹാജിമാർ ഓരോ വർഷത്തിലും മക്കയിലും മദീനയിലും കാണുന്നതായ പരിവർത്തനങ്ങൾ, അഥവാ ഹാജിമാരുടെ സുഖത്തിന് വേണ്ടി, ഹാജിമാരുടെ നന്മയ്ക്ക് വേണ്ടി, ഹാജിമാരുടെ ഹജ്ജ് എളുപ്പമാവാൻ വേണ്ടി, അവരുടെ സിയാറത്ത് എളുപ്പമാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യക്ക് നൽകിയതായ ആ സമ്പത്ത് അത് ശരിക്കും അവര് നന്നായിട്ട് ഹാജിമാരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവരുടെ മഹാസേവനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തകന്മാരും മക്കയിലും മദീനയിലുമായിട്ട് ഹാജിമാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിന്റെ പിന്നിലെല്ലാം ഗവൺമെന്റിന്റെ ആ നല്ല നോട്ടമാണ്, നല്ല നീക്കമാണ്, നല്ല പ്രവർത്തനമാണ്, നല്ല ഖിദ്മത്താണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ കണ്ടറിയേണ്ടതും അത് കണ്ടറിഞ്ഞുകൊണ്ട് ഹാജിമാരെ, ഹജ്ജുമ്മമാരെ മക്ക ഇമാമ് പറയുന്നു, നിങ്ങൾ ഈ ഗവൺമെന്റിന് വേണ്ടി, ഈ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി അവർക്ക് ഇതേ രൂപത്തിൽ ഹാജിമാരെ സേവിച്ചുകൊണ്ട് ഈ വിശുദ്ധ നാട്ടിൽ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് വരണം, മുന്നോട്ട് കൊണ്ടുപോകാൻ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ എന്ന് ഓരോരുത്തരിൽ നിന്നിട്ടും തേട്ടമുണ്ടാവേണ്ടതാണ് എന്ന് പ്രത്യേകം മക്ക ഇമാം പറയുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ഹാജിമാരുടെ ശ്രദ്ധയിലുണ്ടാവേണ്ട ഭാഗമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നാം സ്വീകരിക്കാൻ പോകുന്ന ദുൽഹജ്ജ് മാസം 10-ാം തീയതി അത് ഹാജിമാർക്ക് മാത്രമുള്ളതല്ല, ലോക മുസ്ലിങ്ങൾക്ക് ആ സകലം പങ്കുവഹിക്കാനുള്ളതാണ്. അതിൽ ഉദ്ഹിയ അറക്കൽ വരുന്നുണ്ട്. അതിൽ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഖാലു വലൽ ജിഹാദ് ഫീ സബീലില്ലാ ഖാല വലൽ ജിഹാദ് ഫീ സബീലില്ലാ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജി ബിശൈഇൻ മിൻഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സഹീഹായ ബുഖാരി പോലത്തതായ ഹദീസ് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തതായ ആ ഹദീസ് ഇവിടെ സ്മരണീയമാണ് എന്ന് മക്ക ഇമാമ് ഊന്നി പറയുകയുണ്ടായി. എന്താണത്? ഏത് ദിവസങ്ങളും ഇല്ല അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളും സാലിഹായ അമലുകൾ ചെയ്താൽ പ്രതിഫലം ഈ ദിവസങ്ങളിൽ കിട്ടും പോലോത്തതായ പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങൾ ഇല്ല. റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ വഴിയിൽ പോരാടലുമില്ലേ ദൂതരെ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ വഴിയിൽ പോരാടലും ഇല്ല, അതിനോടും തുല്യതയുള്ളതായ പ്രതിഫലമാണ് ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നവർക്ക് ലഭിക്കുക. പക്ഷേ ഒരു വ്യക്തി ഒഴിച്ച് അള്ളാഹുവിന്റെ വഴിയിലേക്ക് പുറപ്പെട്ടു, എന്നിട്ട് വാളുമായി അല്ലെങ്കിൽ ആയുധവുമായി പുറപ്പെട്ടു, അവന്റെ സമ്പത്തുമായി ശരീരവുമായി പുറപ്പെട്ടു, പക്ഷേ പിന്നെ അവൻ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അവൻ പോയത് അള്ളാഹുവിലേക്കാണ്, അഥവാ ഷഹീദായി എന്നർത്ഥം. അവിടേക്കെത്തൂല. അതല്ലാത്ത അതിന്റെ താഴെയുള്ള സർവ്വ അമലുകളും അതുപോലെയുള്ള അമലുകൾ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അത് ഈ ദിവസങ്ങളിൽ ചെയ്താൽ ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കുക, ഈ ദിവസങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി.
സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നഫഹാത്തുകൾ, അവന്റെ ബറക്കാത്തുകൾ, അവന്റെ റഹ്മാത്തുകൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുലേക്ക് മത്സരിക്കുക എന്ന ആ കൽപ്പനയാണ്, അല്ലെങ്കിൽ ആവശ്യമാണ് മക്ക ഇമാമിന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ നാം കേട്ടത്. എന്നാൽ ഡോക്ടർ സലാഹുൽ ബുദൈർ മദീനയിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. അള്ളാഹ് ചെയ്തതായ വസിയത്തുകളിൽ ഏറ്റവും നല്ല വസിയത്ത്, എല്ലാം അള്ളാഹുവിന്റെ വസിയത്തുകൾ നന്മയുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും ഉത്തമമായ വസിയത്താണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. ആ തഖ്വ കൊണ്ടുള്ള വസിയത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നത് നമുക്ക് നേട്ടമാണ്, നമുക്ക് ബഹുമതിയാണ്, നമുക്ക് ബഹുമാനമാണ്, നമുക്ക് അന്തസ്സാണ്, നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ഹനീ അല്ലക്കും, നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷ വാർത്ത. നിങ്ങൾ ഇവിടെ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ മക്കയിലേക്ക് എത്തി, മദീനയിലേക്ക് എത്തി, പുണ്യഭൂമിയിലേക്ക് എത്തി. അള്ളാഹ് നിങ്ങളെ ബഹുമാനിച്ചു, ആദരിച്ചു. ലോകത്തിൽ ഈ രണ്ട് ഭൂമിയെ പോലത്തതായ ഭൂമി ഇല്ല. അങ്ങനെയുള്ള ഭൂമികളിലേക്കാണ് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊരു മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് അള്ളാഹു ലഭിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക. ഹാജിമാരോട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത് പോലെ മദീന ഇമാമ് ഉണർത്തുന്ന ശൈലി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, നിങ്ങളിപ്പോൾ എവിടെയാണ്. ഓരോരുത്തരും ഞാനിപ്പോൾ കേരളത്തിലല്ല, കേരളക്കാരാണെങ്കിൽ ഞാനിപ്പോൾ എന്റെ നാട്ടിലല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ജിബ്രീൽ കറങ്ങിയ നാട്ടിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാട്ടിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മക്കയേക്കാൾ കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ലോകത്തിന് പാഠം പഠിപ്പിച്ചുകൊണ്ട് ജീവിച്ചതായ നാട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് എന്ന് ഓരോരുത്തരും ഹാജിമാരെ ശ്രദ്ധിക്കണം, ഓർക്കണം എന്ന് മദീനത്തുള്ളതായ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി വന്നവരോട് ഡോക്ടർ സലാഹുൽ ബുദൈർ ഉണർത്തുകയുണ്ടായി, തുടരുകയുണ്ടായി. അദ്ദേഹം ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. റസൂൽ പറയുന്നുണ്ട്, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചത്, അഥവാ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചത് അത് 3 പള്ളിയിലേക്ക് മാത്രമാണ്. അത് ഒന്ന് മസ്ജിദി ഹാദ, റസൂൽ ഈ വാക്ക് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയാകുന്ന നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് റസൂൽ പറയുന്നു മസ്ജിദി ഹാദ, എന്റെ ഈ പള്ളിയിൽ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അത് ലോകത്തിൽ സന്ദർശിക്കാൻ അള്ളാഹു അനുവദിച്ചതായ പള്ളിയാണ്. ഏത് രൂപത്തിൽ സന്ദർശിക്കാൻ? ഇബാദത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി, ആരാധന എന്ന ഉദ്ദേശത്തോടു കൂടി സന്ദർശിക്കാൻ അനുവദിക്കപ്പെട്ട പള്ളിയാണ്. പിന്നെ വൽ മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് വിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നതായ മസ്ജിദുൽ ഹറാം എന്നതായ ആ വിശുദ്ധ ഭൂമി. അതുപോലെ തന്നെ വൽ മസ്ജിദുൽ അഖ്സ, മൂന്നാമത്തേത് ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്നതായ മസ്ജിദുൽ അഖ്സ. അപ്പോൾ അതുപോലെ തന്നെ ഹദീസിൽ കാണുന്നു ഖൈറു മാ റകിബതി ഇലൈഹി റവാഹിൽ മസ്ജിദി ഹാദാ വൽ ബൈത്തുൽ അതീഖ്. അത് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആദ്യം കേട്ടത് മുത്തഫഖുൻ അലൈഹി ആയ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്? ജനങ്ങൾ യാത്ര പോകുന്നതായ യാത്രകളിൽ ഏറ്റവും ഉത്തമമായ യാത്ര എന്റെ പള്ളിയിലേക്കും ബൈത്തുൽ അതീഖിലേക്കും ഉള്ളതായ യാത്രയാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഉള്ളത് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതായ പള്ളിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ മൻ ഹജ്ജ വലം യർഫുത് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞതായ വാക്ക് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം ഹാജിമാരെ എന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. ഒരാൾ ഹജ്ജ് ചെയ്യുമ്പോൾ അവൻ തോന്നിവാസം കാട്ടിയില്ല, ഫിസ്ക് ചെയ്തില്ല, തെറ്റ് ചെയ്തില്ല, അനാചാരം ചെയ്തില്ല, അവൻ തെറ്റായ മാർഗങ്ങൾ കൈകൊണ്ടില്ല. ആ രൂപത്തിൽ അള്ളാഹുവിന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ ചിഹ്നത്തെ പൊക്കിപ്പിടിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഒരാൾ ഹജ്ജ് ചെയ്താൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അവൻ അവന്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അന്ന് ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ അവൻ മടങ്ങുന്നതാണ്. അതുപോലെ തന്നെ റസൂൽ പറയുന്നു അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ മറ്റു ഉംറ വരെ കഫാറത്തുൻ ലിമാ ബൈനഹുമ, അതിന്റെ ഇടയിലുള്ളതായ സർവ്വ തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫ് ചെയ്തു കൊടുക്കുന്നതാണ്. അൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ മറ്റേ ഉംറ വരെ അതിനിടയിലുള്ളതായ തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫ് ചെയ്തു കൊടുക്കുന്നതാണ്. ചെറുദോഷങ്ങളാണ് ഈ പറയുന്നത്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ, അഥവാ തൗഹീദോട് കൂടിയുള്ള ഹജ്ജിനാണ് സ്വീകാര്യമായ ഹജ്ജ് എന്ന് പറയുക. തൗഹീദോട് കൂടി അല്ലാതെ ശിർക്ക് ചെയ്തുകൊണ്ട് അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ പറയുന്നതല്ല മദീന ഇമാം പറയുന്ന ശൈലിയാണ്, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഖബറാളികളോട് തേടിയും കൊണ്ട് ഖബറാളികളെ ഖബർ കെട്ടിപ്പൊക്കി അതിനെ പൂജ ചെയ്തുകൊണ്ട് ബിദ്അത്തുകളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് പർവ്വതങ്ങളിലോ കല്ലുകളിലോ അല്ലെങ്കിൽ ഖബറുകളിലോ മതിലുകളിലോ ബർക്കത്ത് കണ്ടെത്തുന്നതായ വിഭാഗം ലോകത്തിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഇനങ്ങളിൽ പെടുകയാണെങ്കിൽ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ചിട്ട് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമെന്ന് അള്ളാഹിനോട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ അള്ളാഹുലേക്ക്
മടങ്ങിയതിനു ശേഷമാണ് ഹജ്ജ് ആരംഭിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവരുടെ ഹജ്ജ് സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് മബ്റൂറായ ഹജ്ജ് എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധന വെച്ചത് ഹജ്ജ് ചെയ്യുന്ന വേളയിൽ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയും സ്വീകാര്യമായ ഷർത്തത്തതായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയും ഹലാലായ സമ്പത്തിൽ കൂടി ചെയ്യുന്നതായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയും ആണ്. അതുകൊണ്ട് തന്നെ മബ്റൂറായ ഹജ്ജ് എന്ന് പ്രത്യേകം അവിടെ ഉണർത്തുകയുണ്ടായി. ആ മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവരെ സംബന്ധിച്ചിടത്തോളം മദീന ഇമാം പ്രത്യേകം ഉണർത്തി, വയ്യാക്കുമുൽ ജിദാൽ, നിങ്ങൾ തർക്കിക്കരുത് ഹജ്ജ് വേളയിൽ. അത് അള്ളാഹു തന്നെ ഉണർത്തിയതാണ് ഹജ്ജിന് വേണ്ടി. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ തർക്കമില്ല, ഹജ്ജിൽ ഭിന്നിക്കലില്ല, ഹജ്ജിൽ ഗുർപീസമില്ല, ഹജ്ജിൽ പാർട്ടി ഉണ്ടാക്കലില്ല. ഹജ്ജിൽ ഏകോദര സഹോദരന്മാരായിട്ട് മുസ്ലിങ്ങൾ മക്കത്തും മദീനത്തും ജീവിക്കുന്ന വേളയിൽ പ്രത്യേകിച്ച് പുണ്യഭൂമിയിലേക്ക് വരുന്ന ഹാജിമാർ ഐക്യത്തോടു കൂടി ജീവിക്കാനുള്ളതായ ട്രെയിനിങ് അവരവരുടെ പ്രവർത്തനത്തിലൂടെ നേടേണ്ടതാണ്. അവർ കാണുന്ന കാഴ്ച അതാണ്. അവര് കറുത്തവരും വെളുത്തവരും വ്യത്യാസമില്ലാതെ, കുറിയവരും ഉയർന്നവരും വ്യത്യാസമില്ലാതെ, പല ഇനത്തിലുള്ളവർ, പല കളറിലുള്ളവർ, പല ഭാഷക്കാർ, പല ദേശക്കാർ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി, കഅബത്തിലെ ചുറ്റാൻ വേണ്ടി അവർ തിങ്ങുന്നു. അതുപോലെ പലയിടങ്ങളിലും അവര് തിങ്ങിയും കൊണ്ട് ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ അവരൊരുമിച്ച് കൂടുന്ന കാഴ്ച കാണുമ്പോൾ അതേ രൂപത്തിൽ ഏകോദര സഹോദരന്മാരായിട്ട് ജീവിതമാസകരം ജീവിക്കേണ്ടവരാണ് അവർ എന്നതാണ് അവർക്ക് അവരുടെ പ്രവർത്തനം കുറിക്കുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കേണ്ടതും. അതാണ് മദീന ഇമാം ഉണർത്തിയതായ ഭാഗം. മദീന ഇമാം തുടരുന്നു, വതിമ്മുൽ ഹജ്ജ എന്ന വാക്ക് അല്ലാഹു പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സ്മരണീയമാണ്. അതിമ്മു എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഹജ്ജ് പരിപൂർണമാക്കണമെന്നാണ്. അഥവാ കൃത്രിമം കാട്ടരുത്, വീഴ്ച വരുത്തരുത്. പരിപൂർണമായ ഹജ്ജാവാനുള്ളതായ നിബന്ധന അത് ഞാൻ നേരത്തെ പറഞ്ഞ അഥവാ മദീന ഇമാം പറഞ്ഞ ആ നിബന്ധന ഒത്തതായ ഹജ്ജായിരിക്കണം. അതിൽ ശിർക്കുണ്ടാവാൻ പാടില്ല, അതിൽ ബിദ്അത്ത് ഉണ്ടാവാൻ പാടില്ല, അതിൽ തെറ്റായ ഭാഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതിൽ തർക്കമുണ്ടാവാൻ പാടില്ല, അതിൽ ഒരാജി മറ്റാജിയെ ദ്രോഹിക്കുന്ന ഭാഗമുണ്ടാവാൻ പാടുള്ളതല്ല, അതിൽ തെറ്റായ ഒരു കാര്യങ്ങളും കടന്നുകൂടാൻ പാടുള്ളതല്ല. തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിനക്ക് മാത്രം മറുപടി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ നിന്റെ മുമ്പിലേക്ക്, കഅബത്തിലേക്ക്, അറഫയിലേക്ക്, മിനയിലേക്ക്, മുസ്ദലിഫയിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ഇതിൽ ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്നതല്ല റബ്ബേ എന്ന് ആജിമാർ മടക്കി പറയുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക, നിനക്കാണ് എല്ലാ ഹംദും. അഥവാ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം നൽകിയത് നീയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, നീയാണ് ഇതിന്റെ പിന്നിൽ തൗഫീഖ് ചെയ്തത്. അതുകൊണ്ട് നിനക്ക് സ്തോത്രം. ഹംദിനും അതുപോലെ തന്നെ നിഅമത്തിനും എല്ലാം അർഹൻ. നിഅമത്ത് ചെയ്തത് മുഴുവനും നീയാണ്. അതുകൊണ്ട് ലക വൽ മുൽക്ക്, നിനക്കാണ് എല്ലാം. ഈ ലോകത്തിന്റെ സർവ്വ പരമാധികാരം നിന്റെ കയ്യിലാണ്, നിന്റെ മുൽക്കിലാണ്. അതുകൊണ്ട് ലാ ശരീക ലക, വീണ്ടും അത് മടക്കി പറയുന്നു, നിനക്കിതാ ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്നതേ അല്ല, ആരെയും നിന്റെ കൂടെ പങ്കു ചേർക്കുന്നതേ അല്ല. നിന്നെ മാത്രമേ ഞങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, നിനക്ക് മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിനക്ക് മാത്രമേ നേർച്ചയാക്കുകയുള്ളൂ. ഇബ്രാഹിം ഇസ്മായിൽ നബി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം അറക്കാൻ വേണ്ടി ആടിനെ ഇറക്കി കൊടുക്കുകയും അവിടെ മുതൽ തൗഹീദ് സ്ഥാപിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാവുക, നേർച്ച അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാവുക എന്ന തത്വം. അതും ആജിമാർ ഇവിടെ വന്നിട്ട് ലക്ഷങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആടുകളെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അറക്കപ്പെടുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെയുള്ളതായ ആടുകൾ അറക്കുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് സ്നേഹമാണ്. എന്ത് അള്ളാഹ്ക്ക് വേണ്ടി അറക്കുക, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക, അള്ളാഹുവിന് വേണ്ടി ബലി അർപ്പിക്കുക എന്നതായ കാര്യം. ഇത് ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഒരടർക്കാൻ തന്നെ പേടിയാണ്, അല്ലെങ്കിൽ അടർക്കാൻ തന്നെ അവർക്ക് മടിയാണ്. എന്ത് അള്ളാഹ്ക്ക് മാത്രം അർത്ഥ പരിചയമില്ലാത്തവരായിരിക്കും അവർ. അതേസമയത്ത് അവർ മൊയ്തീൻ ഷേഖിന് അർത്തു, റിഫായ് ഷേഖിന് അർത്തു, പല ഖബറാളികൾക്ക് അർത്തു, അങ്ങനെ ശിർക്ക് ചെയ്ത് ജീവിച്ചവരായിരിക്കാം പലരും. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹ്ക്ക് അറക്കാൻ മടി വരുന്നത്. അതൊരിക്കലും സംഭവിക്കരുത്. എത്ര കണ്ട് സാമ്പത്തിക ശേഷിയുള്ളവരാണ് എങ്കിൽ അറബോട് കൂടിയുള്ള ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് ഹാജിമാർ പരിശ്രമിക്കേണ്ടത്. ഇനി അറബില്ലാത്ത അവസാനത്തെ ദിവസങ്ങളിൽ ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാം കെട്ടിയും കൊണ്ട് ദുൽഹജ്ജ് മാസം 6, 7 മക്കയിലേക്ക് വരുമ്പോൾ ഹജ്ജിന് വേണ്ടി മാത്രമാണ് ഇഹ്റാം കെട്ടി വന്നതെങ്കിൽ ആമിനയിൽ വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തതായ ആ ചിഹ്നത്തെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി അവൻ ഏതായാലും സമ്പത്ത് ഉള്ളത് കൊണ്ടാണല്ലോ ഹജ്ജിന് വന്നത്. അവൻ എന്ത് ചെയ്യുക? അള്ളാഹുവിന് വേണ്ടി അവിടെ അറക്കാൻ വേണ്ടി പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക, അവൻ പരിശ്രമിക്കുക. എന്തുകൊണ്ട്? അവിടെ അവന് സുന്നത്തായ മുടുക്കാക്കപ്പെട്ട സുന്നത്തായ ഉദ്ഹിയ അറക്കാനുള്ള ചാൻസ് ലഭിക്കുന്നു. മക്കയിൽ വെച്ചിട്ട് അതൊരു മഹാഭാഗ്യമാണ്.
ഇതൊക്കെ യഥാർത്ഥത്തിൽ മദീന ഇമാം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനയില്ല എന്ന് ഊന്നി പറഞ്ഞപ്പോൾ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, നിങ്ങൾ അള്ളാഹു അല്ലാത്തതായ ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർ ഔലിയാക്കന്മാരാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ, കബറാളികളാവട്ടെ, അവർക്ക് ഒന്നും തന്നെ ഖിത്മീർ വരെ അവരുടെ കയ്യിലില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഖിത്മീർ എന്ന് പറഞ്ഞാൽ നാം തിന്നുന്നതായ ഈത്തപ്പനയുടെ അകത്തുള്ളതായ ആ കുരുവിന്റെ മീതെയുള്ളതായ തോലിന്റെ പേരാണ് ഖിത്മീർ. അതുവരെ സൃഷ്ടിക്കാനുള്ള കഴിവോ കൽപ്പോ ലോകത്തിലോ സൃഷ്ടിക്കഥ നൽകിയിട്ടില്ല. ഒലീഗിനുമില്ല, നബിമാർക്കുമില്ല, ഖബറാളികൾക്കുമില്ല, മഹാത്മാക്കൾക്കുമില്ല, സാലിഹ്യങ്ങൾക്കുമില്ല. നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിത്മീർ കരഗതമാക്കാനുള്ളതായ ഒരു കഴിവ് വരെ നൽകിയിട്ടില്ല. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ശബ്ദം അവർ കേൾക്കുന്നതല്ല. വലൗ സമീഉ, അവർ കേട്ടാൽ തന്നെ, കേൾക്കുന്നവരെ വിളിച്ചാൽ കേൾക്കും, കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, മറുപടി നൽകാനുള്ള അധികാരം അവർക്ക് ഞാൻ നൽകാത്തത് കൊണ്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് മറുപടി നൽകാൻ അവരെ കൊണ്ട് സാധിക്കുന്നതുമല്ല. പക്ഷേ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിടുന്നതല്ല. നിങ്ങൾ അങ്ങനെ തോന്നിയതുപോലെ തോന്നിവാസം കാട്ടിയും കൊണ്ട് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിട്ട് എന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നു, വയൗമൽ ഖിയാമത്തി, പരലോകത്തിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചതായ മഹാത്മാക്കളെല്ലാം നിങ്ങൾ ചെയ്തതായ ശിർക്കിൽ നിന്നിട്ട് അവർ പിന്മാറുന്നതാണ്. ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല റബ്ബേ എന്ന് മഹദി ശൈഖ് പറയും, റിഫായി ശൈഖ് പറയും. അത് ഉദാഹരണത്തിന്. അതുപോലെ വിളിക്കപ്പെട്ട മഹാത്മാക്കളും സാലിഹ്യങ്ങളും ഔലിയാക്കന്മാരൊക്കെ പറയും, അവർ മഹാത്മാക്കളാണെങ്കിൽ അവരൊക്കെ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അവരുടെ ഇഷ്ടാനുസരണം വിളിച്ചതാണ്, അതുകൊണ്ട് അവർ ചെയ്തതായ തെറ്റിന്റെ അവരെ നീ സൃഷ്ടിക്കൂ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂറുമാറും, നിങ്ങൾ പെടും. അങ്ങനെയുള്ള അപകടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതായ ഭാഗം മദീന ഇമാം പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഹാജിമാരുടെ ശ്രദ്ധയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് മദീന ഇമാം അത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഹാജിമാര് ടൈം ഉപയോഗപ്പെടുത്തുക. മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചുംബിക്കാൻ, കണ്ടതും കേട്ടതും ചുംബിക്കുക പാടുള്ളതല്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, മക്കയിൽ അവിടെ ചുംബിക്കാൻ റസൂൽ ചുംബിച്ച് കാണിച്ചതായ ഹജറുൽ അസ്വദ് ഉണ്ട്, അവിടെ മുഖം വെക്കുവാനും ചുംബിക്കുവാനും സുന്നത്താണ്. അതുപോലെ തന്നെ അവിടെ മുഖം വെക്കുവാനും അതുപോലെ തന്നെ കൈവെക്കുവാനും പ്രാർത്ഥിക്കുവാനും മുൽത്തസം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് കഅബത്തിന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ളതായ സ്ഥലമാണ്. അവിടെ സഹാബാക്കളെല്ലാം അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടെ ചില ഹദീസുകളിൽ ചർച്ചയ്ക്ക് വിധേയമായ ഹദീസുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതായി പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ മദീന ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. എന്നാൽ അവിടെയെല്ലാം നാം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നതായ കാര്യങ്ങൾ പഠിക്കുവാനും അതിന്റെ പിന്നിൽ അണിനിരക്കുവാനുമാണ് നമുക്ക് പാഠം പഠിപ്പിക്കുന്നത്. അതാണ് സഹാബാക്കളിലൂടെ നാം പാഠം ഉൾക്കൊള്ളേണ്ടതായ പാഠം. അഥവാ മദീനയിലും മക്കത്തും ജീവിച്ച നമ്മുടെ അനിശ്ചിത നേതാക്കളാണല്ലോ സഹാബാക്കൾ. അവർ റസൂൽ നിന്നിട്ട് ഉൾക്കൊണ്ടതായ പാഠം അതാണ്. അങ്ങനെയുള്ളതായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹാജിമാര് തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട്, തൗഹീദ് പുതുക്കിയും കൊണ്ട്, മുമ്പുള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ പുതുതായി സ്ഥാപിച്ചുകൊണ്ട് അവർ തൗഹീദിനെ മനസ്സിലാക്കിയതിൽ, അഖീദയെ മനസ്സിലാക്കിയതിൽ, വിശ്വാസപരമായ കാര്യത്തെ മനസ്സിലാക്കിയതിൽ വല്ല വീഴ്ചകളുമുണ്ടെങ്കിൽ വീഴ്ച നെഗറ്റീവും കൊണ്ടായിരിക്കണം അവർ ഈ നാട്ടിനോട്, പുണ്യഭൂമിയോട്, മക്കയോട്, മദീനയോട്, അള്ളാഹിന്റെ ചിഹ്നങ്ങളോട് അവർ വിട വാങ്ങേണ്ടത്. അങ്ങനെ വിട വാങ്ങുന്ന സന്ദർഭത്തിൽ മക്ക ഇമാം പറഞ്ഞതുപോലെ മദീന ഇമാമും ഇവിടെ ഉണർത്തുകയാണ്, സൗദി ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായ സേവനങ്ങൾ നിങ്ങൾ മറക്കരുത്, അത് നിങ്ങൾ സ്മരിക്കണം, അതിന് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരിവിടെ കൊല്ലം പ്രതി കോടാനുകോടി റിയാലുകൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങളുടെ റാഹത്തിന് വേണ്ടി, നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവർ സേവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് മക്ക ഇമാം മദീന ഇമാം ഊന്നി പറയുകയുണ്ടായി. അതുപോലെ തന്നെ മദീന ഇമാം മക്ക ഇമാം പറഞ്ഞതുപോലെ അനുവാദമില്ലാതെ ഹജ്ജ് ചെയ്യുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ മക്ക ഇമാമും മദീന ഇമാമും എന്ന് സംസാരിച്ചതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തിയും കൊണ്ട്, പ്രത്യേകിച്ച് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ പുണ്യം കരഗതമാക്കാനുള്ളതായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് സാമീപ്യം നേടാനുള്ളതായ തൗഫീഖ് നമ്മുടെ ഈവന്റെ ശബ്ദം കേൾക്കുന്നവർക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, സ്വീകാരികമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാടുപെടേണ്ടതാണ് എന്ന് പ്രത്യേകം ഞാൻ ഊന്നിപ്പറയുന്നു. ഹാജിമാരോടും ഹജ്ജുമ്മമാരോടുമെല്ലാം അവര് ഇതുവരെ നിങ്ങൾ കേട്ടതായ കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതായ കാര്യങ്ങളും പകർത്താൻ വേണ്ടിയും പരിപൂർണമായ ഹജ്ജ് എന്നതായ പദം ഉപയോഗിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നിങ്ങളുടെ ഹജ്ജിനെ പരിപൂർണമായ അതിമ്മു എന്ന പദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്മാം ചെയ്യാൻ വേണ്ടി, കാരണം നിസ്കാരം പോലെ
എപ്പോഴും നിസ്കരിച്ചു കൊണ്ടേയിരിക്കാം, അങ്ങനെയുള്ളതല്ലല്ലോ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒരു അമലാണല്ലോ ഹജ്ജ്. അതുകൊണ്ട് അത് പരിപൂർണമാക്കാൻ വേണ്ടി പാടുപെടണമെന്ന് മക്ക ഇമാം ഉണർത്തിയതുപോലെ നാം എല്ലാവരും പരിപൂർണമാക്കി ചെയ്യാൻ വേണ്ടി അഥവാ ഹജ്ജിന് വേണ്ടി വന്നവർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തിയും കൊണ്ട് എന്റെ വിഷയത്തിന് ഞാൻ വിരാമമിടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പ്രവർത്തനത്തിനെല്ലാം ആത്മാർത്ഥത നൽകട്ടെ. അത് അല്ലാഹു നമ്മളുടെ സ്വീകരിക്കുമാറാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹുവിന്റെ വഴിയിൽ സേവിക്കുവാനും ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ഇവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ. രോഗികളുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പ്രയാസങ്ങളെ ദൂരപ്പെടുത്തുമാറാകട്ടെ. ഹാജിമാരുടെ ഹജ്ജിനെ അല്ലാഹു സുബ്ഹാനഹു വതആല മബ്റൂറായ മഖ്ബൂലായ ഹജ്ജാക്കി മാറ്റുമാറാകട്ടെ. അങ്ങനെ ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അതിനു വേണ്ടി എല്ലാ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ ഈ ഗവൺമെന്റിന് അല്ലാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകുകയും തൗഹീദിന്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് അത് സ്ഥാപിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും നടപ്പാക്കിയുകൊണ്ട് ഈ ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നാട്ട് നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.